നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മുടെ തേർഡ് മോഡ്യൂളായ വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സാനിറ്ററി എഞ്ചിനീയറിംഗ് അതാണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പമ്പുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ? അതായത് 3 ടൈപ്പ് പമ്പിനെ കുറിച്ച് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു ആ 3 ടൈപ്സ് ഓഫ് പമ്പ്? ഒന്ന് സെൻട്രിഫ്യൂഗൽ പമ്പ്, പിന്നെ റെസിപ്രോക്കേറ്റിംഗ് പമ്പ്, പിന്നെ ന്യൂമാറ്റിക് ഇജക്ടേഴ്സ് അല്ലെ, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് എയർ ലിഫ്റ്റ് പമ്പ്. കംപ്രസ്ഡ് എയർ വഴി പമ്പ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ പഠിച്ച പമ്പുകളുടെ ടൈപ്സ്. ഈ ന്യൂമാറ്റിക് ഇജക്ടറിന്റെ വേറൊരു പേര് നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ഷോൺസ് ഇജക്ടർ അല്ലെ, ഷോൺസ് ഇജക്ടർ. ഓക്കെ, ഒരു ഡയഗ്രം ഒക്കെ വെച്ച് നമ്മൾ അത് പറഞ്ഞു. പിന്നെ നമ്മൾ നോക്കിയത് സ്ട്രെങ്ത് ഓഫ് വേസ്റ്റിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സീവേജിന്റെ സ്ട്രെങ്ത്, എത്രത്തോളം കോൺസെൻട്രേറ്റഡ് ആണ് നമ്മുടെ സീവേജ്, എത്രത്തോളം അഴുകിയതാണ്, അതാണ് സ്ട്രെങ്ത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. സ്ട്രെങ്ത് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യാലിറ്റി ടു പ്രൊഡ്യൂസ് nuisance to the man and his environment. അതാണ് സ്ട്രെങ്ത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എത്രത്തോളം നമുക്ക് ഹാനികരമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ട്രെങ്ത് ഓഫ് സീവേജ് കണ്ടുപിടിക്കലാണ് ഇനി നമ്മുടെ അടുത്ത പഠിക്കാനുള്ളത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യം വേസ്റ്റ് കളക്ട് ചെയ്യണം അല്ലെ. അപ്പൊ ആ ഒരു വേസ്റ്റ് കളക്ഷന് ഞാൻ ഇന്നലെ ഒരു പേര് പറഞ്ഞിരുന്നു. അത് നമ്മൾ ഇന്നലെ നോക്കിയതാണ്. എന്താണ്? സാമ്പിളിംഗ് അല്ലെ. സാമ്പിളിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് വാട്ടർ, നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യേണ്ട വേസ്റ്റ് വാട്ടർ, അത് കളക്ട് ചെയ്യാം. അത് കളക്ട് ചെയ്യാൻ ഒരു രീതി ഉണ്ട് അല്ലെ. അപ്പൊ അതിനെയാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സാമ്പിളിംഗിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിരുന്നു? നമ്മൾ എപ്പോഴും ആദ്യം നമ്മൾ പഠിച്ചു ഒരു വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരേ ക്യാരക്ടർ ആവില്ല. ഇപ്പൊ നമ്മുടെ വാട്ടർ സപ്ലൈ നോക്കുകയാണെങ്കിൽ അതിപ്പോ നമ്മള് പൈപ്പില് എടുത്തു കഴിഞ്ഞാൽ, പൈപ്പില് ഇപ്പൊ 1 മണിക്കൂർ, ഇപ്പൊ ഞാനിപ്പോ ഒരു സാമ്പിൾ കളക്ട് ചെയ്തു, അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഒരു സാമ്പിൾ കളക്ട് ചെയ്തു എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ രണ്ടിനും പ്രോപ്പർട്ടീസ് ഒന്ന് തന്നെയായിരിക്കും അല്ലെ, വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ വേസ്റ്റ് വാട്ടറിന്റെ കേസില് ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ അരമണിക്കൂറിലും തന്നെ വേസ്റ്റ് വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ഓരോ അരമണിക്കൂറിലും എടുക്കുന്ന സാമ്പിൾസിനെയാണ് എന്ത് വിളിച്ചത്? ഗ്രാബ് സാമ്പിളിംഗ് എന്ന് പറയാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഓരോ അരമണിക്കൂറിലും എടുത്ത വേസ്റ്റിനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരൊറ്റൊന്നാക്കി അല്ലെ. അപ്പൊ ആ ഒന്നിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോമ്പോസിറ്റ് സാമ്പിളിംഗ് അല്ലെ, കോമ്പോസിറ്റ് സാമ്പിളിംഗ്. അപ്പൊ ഈ ഒരു കോമ്പോസിറ്റ് സാമ്പിൾ ആണ് നമ്മുടെ സീവേജിന്റെ സ്ട്രെങ്ത്തിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, സീവേജിന്റെ മൊത്തം കോൺസെൻട്രേഷൻ എത്രയാണ്, അതിന്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആ കോമ്പോസിറ്റ് സാമ്പിളിന്റെ സ്ട്രെങ്ത് ആണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു, ഒരിക്കലും നമ്മൾ സർഫസിൽ നിന്ന് കളക്ട് ചെയ്യാൻ പാടില്ല. അത് ഏതൊരു സാമ്പിൾ ആണെങ്കിലും ശരി, വാട്ടർ സാമ്പിൾ ആണെങ്കിലും അതുപോലെ വേസ്റ്റ് വാട്ടർ
സാമ്പിൾ ആണെങ്കിലും ഒരിക്കലും സർഫസിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്യരുത്, അല്ലെ? കുറച്ച് ഡെപ്തിൽ നിന്ന് വേണം, കുറച്ച് അടിയിൽ നിന്ന് താഴേന്ന് വേണം നമ്മൾ സാമ്പിൾ എടുക്കാൻ. പിന്നെ അതുപോലെ സാമ്പിൾ എടുത്ത ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ടെസ്റ്റ് ചെയ്യണം. കാരണം വേസ്റ്റ് വാട്ടറിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ കുറെ ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത് വെക്കുന്തോറും, ഈ ഒരു വേസ്റ്റ് വാട്ടർ നമ്മൾ പുറത്ത് വെക്കുന്തോറും അതിലെ ബാക്ടീരിയാസ് കൂടാം, റീപ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെ? അല്ലെങ്കിൽ കുറയാം, ചത്തുപോവാം. പിന്നെ അതിലെ ഓക്സിജൻ കണ്ടന്റ് അതിൽ വ്യത്യാസം വരാം. പിന്നെ ഓരോ കോമ്പൗണ്ട്സും, അതായത് സൾഫേറ്റ്, നൈട്രേറ്റ്, ക്ലോറൈഡ്, ഇങ്ങനെ പല കോമ്പൗണ്ട്സിലും വ്യത്യാസങ്ങൾ വരും. കാരണം റിയാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അകത്ത്. അപ്പൊ നമുക്ക് കൃത്യമായ വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ, എടുത്ത ഉടനെ തന്നെ, എത്രയും പെട്ടെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അല്ലേ? പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു, ഒരു വാം ക്ലൈമറ്റ് ആണെങ്കിൽ, ചൂട് കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഐസ് ചെസ്റ്റിലായിരിക്കണം, അല്ലെ? അതായത് ഒരു ഐസ് ഒക്കെ വെച്ച ഒരു കണ്ടെയ്നറിലായിരിക്കണം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു സൂര്യരശ്മികൾ കാരണം, സൂര്യപ്രകാശം കാരണം എന്ത് പറ്റും? അതിൽ റിയാക്ഷൻസ് നടക്കും. നിങ്ങൾ കെമിസ്ട്രി ഒക്കെ പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ റിയാക്ഷൻസ് നടക്കാൻ ലൈറ്റ് മതി, അല്ലേ? ലൈറ്റ് കാരണം തന്നെ റിയാക്ഷൻസ് ഒക്കെ നടക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മള് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും വരെ വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ അതുപോലെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യേണ്ട അവസ്ഥയാണെങ്കിൽ പ്രിസർവേറ്റീവ്സ് നമുക്ക് ആഡ് ചെയ്യാം, അത് നമ്മൾ പറഞ്ഞു, അല്ലേ? പിന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ബോട്ടിൽ എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സ്റ്റെറിലൈസ്ഡ്, അല്ലെ? സ്റ്റെറിലൈസ്ഡ് ആയ, അതായത് ആ ബോട്ടില് ബാക്ടീരിയാസോ ഒരു ഓർഗാനിസംസും ഉണ്ടാവരുത്, ഒരു പാർട്ടിക്കിൾസും ഉണ്ടാവരുത്. കാരണം നമുക്ക് വേണ്ടത് ആ വേസ്റ്റ് വാട്ടറിലുള്ള മാത്രമുള്ള ഓർഗാനിസംസിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ കോമ്പൗണ്ട്സിനെയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോട്ടിലില് ഒരിക്കലും, ബോട്ടിലിന്റെ സൈഡിലൊന്നും നല്ല ക്ലീൻ ആയിരിക്കണം. അതിന് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും, അല്ലെ? എന്താ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാലെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നതാണ്. പിന്നെ അതുപോലെ നമ്മുടെ ആ ഒരു ബോട്ടിലിന്റെ മുകളിൽ നമ്മൾ സൈഡിലായിട്ട് നമ്മൾ ആ ഒരു സാമ്പിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എഴുതണം. അതും ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരു 3 സാമ്പിൾസ് കളക്ട് ചെയ്താൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കൃത്യമായി ആ സാമ്പിളിന്റെ നമ്പർ, അതുപോലെ ഡേറ്റ്, എന്നാണ് കളക്ട് ചെയ്തത്, എവിടുന്നാണ് കളക്ട് ചെയ്തത്, പ്ലേസ്, പിന്നെ അതുപോലെ എത്ര മണിക്കാണ്, സമയം എത്രയാണ്, ടൈം ഓഫ് കളക്ഷൻ, അങ്ങനെ ഇതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വേസ്റ്റ് സാമ്പിളിംഗ്, വേസ്റ്റ് വാട്ടർ സാമ്പിളിങ്ങിന്റെ പ്രൊസീജിയേഴ്സ്, അല്ലെ? അപ്പൊ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാ. ഇനി നമുക്ക് അടുത്തത് എന്താ വേണ്ടത്? സ്ട്രെങ്ത് കണ്ടുപിടിക്കാൻ നമ്മുടെ വേസ്റ്റ് വാട്ടർ നമ്മൾ ലാബിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ ഒരു വേസ്റ്റ് വാട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം, അല്ലെ? അപ്പൊ അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം, അല്ലെ? അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നോക്കാം. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീവേജ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു 3 തരത്തിലാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. വേസ്റ്റ് വാട്ടർ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ ചിത്രത്തിലൊക്കെ എന്താന്ന് അറിയില്ലേ, അല്ലേ? പൈപ്പിലൂടെ വേസ്റ്റ് വെള്ളം ഒഴുകാണ്. ഓക്കെ, അപ്പൊ 3 തരത്തിലാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്, ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ട് തന്നെ, ഒരു ടെസ്റ്റും നടത്താതെ നമുക്കത് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഫിസിക്കൽ, അല്ലെ?
പിന്നെ നമ്മൾ ഒരു ടെസ്റ്റിലൂടെ കണ്ടുപിടിക്കാം. അതായത് നമ്മുടെ ടൈട്രേഷനോ അല്ലെങ്കിൽ ഓരോ ടെസ്റ്റ് ഉണ്ട്, ഫോട്ടോമെട്രിക് ടെസ്റ്റുകൾ, അല്ലെങ്കിൽ എന്താണ് കളറോമെട്രിക്, കളർ ഒക്കെ ഡിറ്റക്ഷൻ, അങ്ങനെയൊക്കെ പല ടെസ്റ്റുകളുണ്ട്. കളറോമെട്രിക് ടെസ്റ്റ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കുന്നതാണ് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്. പിന്നെ ഈ വേസ്റ്റ് വാട്ടറിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയാസിനെ കണ്ടുപിടിക്കുന്നതാണ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അങ്ങനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിലെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്കിനെ നമുക്ക് 4 തരത്തിൽ പറയാം: കളറ്, ഓർഡർ, ടെമ്പറേച്ചർ, ടർബിഡിറ്റി. നമ്മൾ ഇതേ കാര്യങ്ങള് വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിലും പഠിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏകദേശം ഒരേപോലെയാണ് ടോപ്പിക്സ് വരുന്നത്. അതായത് വാട്ടർ സപ്ലൈയിൽ പഠിച്ച കാര്യങ്ങളും വേസ്റ്റ് വാട്ടറിൽ പഠിച്ച കാര്യങ്ങളും ടോപ്പിക്കുകളും ഒന്ന് തന്നെയാണ്. പക്ഷെ ആ ഒരു പ്രൊസീജിയറിലൊക്കെ ചെറിയൊരു മാറ്റമുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്. വേസ്റ്റ് വാട്ടർ സപ്ലൈ സമയത്ത് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക് പഠിച്ചിരുന്നു. അതിന് 5 ക്യാരക്ടറിസ്റ്റിക് പഠിച്ചിരുന്നു. അപ്പൊ നിങ്ങളിങ്ങനെ, ഞാൻ എപ്പോഴും തേർഡ് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂളുമായിട്ട് കമ്പയർ ചെയ്യുന്നത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് കേട്ടോ. കാരണം നിങ്ങൾ മോഡ്യൂളിന്റെ വലിപ്പം ഒന്നും നോക്കണ്ട, മനസ്സിലാക്കിയാൽ എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആദ്യം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്കില് വാട്ടർ സപ്ലൈയിൽ ഞാൻ പറഞ്ഞു ഒരു ക്യാരക്ടറും കൂടെ കൂടുതൽ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? ടേസ്റ്റ് അല്ലേ? വാട്ടർ സപ്ലൈയിൽ നമുക്ക് ടേസ്റ്റ് നോക്കാം. പക്ഷേ എങ്കിൽ അത് ഈ ഒരു സീവേജിൽ, വേസ്റ്റ് വാട്ടറിൽ നമ്മൾ പറയില്ല അല്ലേ? വേസ്റ്റ് വാട്ടറിൽ നമ്മൾ ടേസ്റ്റ് പറയില്ല ഒരിക്കലും. നമ്മൾ ആരും അത് ടേസ്റ്റ് ചെയ്ത് നോക്കില്ല അല്ലേ? അപ്പൊ കളർ നോക്കാൻ പറ്റും, അതുപോലെ അതിന്റെ സ്മെല്ല് നോക്കാം, പിന്നെ അതിന്റെ ടെമ്പറേച്ചർ നോക്കാം, അതുപോലെ ടർബിഡിറ്റി. ഓക്കെ, ഇത് 4മാണ് നമ്മൾ പഠിക്കുന്ന ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു 2 പൈപ്പിൽ വരുന്ന വെള്ളം തന്നെ ഒന്ന് കമ്പയർ ചെയ്താൽ മനസ്സിലാവും കളറ് അല്ലെ? ഇത് കുറേം കൂടെ മഞ്ഞ കളറാണ് അല്ലെ, ഇത് വെള്ള കളറാണ്. അപ്പൊ അതിൽ വ്യത്യാസമുണ്ട് അല്ലെ? പിന്നെ അതുപോലെ ഓർഡറും ടെമ്പറേച്ചറും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കണ്ടുകൊണ്ട് പറയാൻ പറ്റില്ല, ചിത്രം കണ്ടുകൊണ്ടൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലെ? പിന്നെ ടർബിഡിറ്റി ആണ്. ടർബിഡിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? എത്രത്തോളം solids, amount of solids that are present in the sewage, അതാണ് ടർബിഡിറ്റി. എത്രത്തോളം സോളിഡ് പാർട്ടിക്കിൾസ് അതിനകത്തുണ്ട് അത്രത്തോളം വെള്ളം മഞ്ഞിച്ചിരിക്കും. അപ്പൊ ഇത് കൂടുതൽ, ഇപ്പൊ ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഈ വെള്ളമാണ് കൂടുതൽ ടർബിഡ്, അതായത് ഉള്ളിലൂടെ നമുക്ക് കാണാൻ സാധിക്കില്ല, ട്രാൻസ്പെറന്റ് അല്ല അല്ലേ? ഇത് ഒപ്പേക്ക് ആണ് അല്ലേ? നമുക്ക് ഉള്ളിലൂടെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അതാണ് ടർബിഡ് പ്രോപ്പർട്ടി. പിന്നെ അതുപോലെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്കിൽ നമുക്ക് ഇതിലെ 3 കാര്യങ്ങളെ ജനറലൈസ് ചെയ്തിട്ടേ പഠിക്കാനുള്ളൂ. സോളിഡ്സിനെ കുറിച്ച്, അതായത് ടോട്ടൽ സോളിഡ്സ്. നമ്മൾ വാട്ടർ സപ്ലൈയിൽ കുറേം കൂടെ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിരുന്നു. അതായത് ഓരോ എലമെന്റ്സിനെയും നമ്മൾ എടുത്തെടുത്ത് പഠിച്ചു അല്ലേ? പക്ഷേ എങ്കിൽ ഇതില് നമുക്ക് കുറച്ചേ പഠിക്കാനുള്ളൂ. സോളിഡ്സ്, അതായത് നമ്മൾ പഠിച്ച 3 ടൈപ്സ് ഓഫ് സോളിഡ്സ് പഠിച്ചിരുന്നു. ഏതൊക്കെയാണ്? ഡിസോൾവ്ഡ് സോളിഡ്സ്, കൊളോയിഡൽ സോളിഡ്സ്, സസ്പെൻഡഡ് സോളിഡ്സ്. അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ എപ്പോഴും സോളിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഒരു വേസ്റ്റ് വാട്ടറിൽ ഈ പറഞ്ഞ 3 തന്നെ ഉണ്ടാവും. ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, സസ്പെൻഡഡ് ആയി അങ്ങനെ കിടക്കുന്ന മൺതരികളൊക്കെ, അതൊക്കെ സസ്പെൻഡഡ് ആണ്, അതൊക്കെ പ്രസന്റ് ആയിരിക്കും. പിന്നെ അതുപോലെ കൊളോയിഡൽ പാർട്ടിക്കിൾസും ഉണ്ടായിരിക്കും. പിന്നെ കെമിക്കൽ സബ്സ്റ്റൻസസ്. കെമിക്കൽ സബ്സ്റ്റൻസസ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്തൊക്കെ വരാം? നമ്മൾ പഠിച്ച എല്ലാ കോമ്പൗണ്ടുകളും, അതായത് നൈട്രേറ്റ്, ഫോസ്ഫറസ്, സൾഫർ, പിന്നെ ക്ലോറൈഡ്, അങ്ങനെ അങ്ങനെ പലതും അല്ലേ? പിന്നെ ഗ്യാസസ്.
ഗ്യാസസ് എന്ന് പറയുമ്പോൾ ഇതിൽ കുറേ ഗ്യാസസ് അടങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ഈ ഒരു സീവേജിന്റെ സ്മെല്ലിന് കാരണം തന്നെ അതിലുള്ള ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു ചീഞ്ഞ മുട്ടേന്റെ സ്മെല്ല്, അതാണ് H2S-ന്റെ സ്മെല്ല്. ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഗ്യാസിന്റെ സ്മെല്ലാണ് ചീഞ്ഞ മുട്ടേന്റെ, റോട്ടൺ എഗിന്റെ സ്മെല്ല്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഗ്യാസസ് ഉണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ്, ഓക്സിജൻ, ഇതെല്ലാം ഉണ്ട്. മീഥെയ്ന്. ഓക്കെ. പിന്നെ അടുത്തത് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് പറയുമ്പോൾ അതിനകത്ത് അടങ്ങിയിട്ടുള്ള ബാക്ടീരിയാസ്. ഓക്കെ. അപ്പൊ ഈ മൂന്നുമാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഓക്കെ. കളറിനെ കുറിച്ച് എന്ത് പറയാം? Fresh sewage has yellowish, grey or light brown color. Fresh sewage ആണെങ്കിൽ, അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടർ ഫ്രഷ് ആണ്, ഇപ്പൊ ജനറേറ്റ് ചെയ്ത വേസ്റ്റ് വാട്ടർ ആണെങ്കിൽ അതിന്റെ കളറ് ഒരു യെല്ലോയിഷ് ആയിരിക്കും, ചെറിയൊരു യെല്ലോ, അല്ലെങ്കിൽ ഗ്രേ എന്ന് പറയാം. അത് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിരിക്കും. നേരെ മറിച്ച് സ്റ്റെയിൽ ഓർ സെപ്റ്റിക് സീവേജ്, സ്റ്റെയിൽ എന്ന് പറയുമ്പോൾ കുറെ കാലം വെച്ച് അഴുകിയത്. അപ്പൊ ആ സ്റ്റെയിൽ സീവേജിന് ഇറ്റ് ഹാസ് എ ബ്ലാക്ക് ഓർ ഡാർക്ക് ബ്രൗൺ കളർ, അല്ലെ? ഒരു കറുത്ത കളർ ആയിരിക്കും. അപ്പൊ അതാണ് കളറിനെ കുറിച്ച് കാര്യമായി പറയാനുള്ളത്. പിന്നെ other colors in sewage are due to the presence of industrial waste, dyes, etc. പിന്നെ സീവേജിന് ഇനിയിപ്പോ വല്ല നീല കളറോ ചുവപ്പ് കളറോ പച്ച കളറോ ഒക്കെ വരികയാണെങ്കിൽ അത് എന്ന് പറയുന്നത് അതിന്റെ കാരണം ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആയിരിക്കും. അതായത് ഇൻഡസ്ട്രിയിൽ നിന്ന് വല്ല ഡൈസ് ഒക്കെ വിടുകയാണെങ്കിൽ അതൊക്കെയാണ് കാരണം. വേറെ കളർ വരാൻ. പൊതുവെ സീവേജ് എന്ന് പറഞ്ഞാൽ അതിന് ലൈറ്റ് യെല്ലോ കളർ ആയിരിക്കും. അതുപോലെ സെപ്റ്റിക് സീവേജിന് ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ കളർ ആയിരിക്കും. പിന്നെ പറയാനുള്ളത് അതിന്റെ ഓർഡർ, സ്മെല്ല്, അല്ലെ? ഫ്രഷ് ഡൊമസ്റ്റിക് സീവേജ് ഹാസ് സ്ലൈറ്റ്ലി സോപ്പി ഓർ ഓയിലി സ്മെൽ. ഒരു ഓയിലി സ്മെല്ലായിരിക്കും. Stale sewage has offensive odor due to the liberation of hydrogen sulfide and other sulfur compounds. അതായത് അഴുകിയ സീവേജിന് വളരെ ഒഫെൻസീവ്, കുത്തുന്ന ഒരു മണമായിരിക്കും, അല്ലെ? അത് ഞാൻ പറഞ്ഞ ഈ ഹൈഡ്രജൻ സൾഫൈഡ് പോലത്തെ ഒരു വളരെ കുത്തുന്ന, മൂക്കിലേക്ക് കുത്തി കയറുന്ന ഒരു മണമായിരിക്കും. നേരെ മറിച്ച് ഫ്രഷ് സീവേജിന് അത്ര ഒരു സ്മെല്ലൊന്നും നമുക്ക് തോന്നില്ല, അല്ലെ? ഒരു സോപ്പി അല്ലെങ്കിൽ ഒരു ഓയിലി സ്മെൽ എന്ന് പറയാം. ഓക്കെ. പിന്നെ അതിന്റെ ടെമ്പറേച്ചർ, ഇറ്റ് ഈസ് ജനറലി സ്ലൈറ്റ്ലി ഹയർ ദാൻ ദാറ്റ് ഓഫ് വാട്ടർ സപ്ലൈഡ്. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന വെള്ളം, അതാണ് വേസ്റ്റ് വാട്ടർ ആയിട്ട് പിന്നീട് മാറുന്നത്, അല്ലെ? അപ്പോ നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആ ഒരു വെള്ളത്തിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹയർ ടെമ്പറേച്ചർ ആയിരിക്കും, കുറച്ചുകൂടെ ചൂട് കൂടുതലായിരിക്കും വേസ്റ്റ് വാട്ടറിന്. റൈസ് ഇൻ ടെമ്പറേച്ചർ ഇൻക്രീസ് ദ ബയോളജിക്കൽ ആക്ടിവിറ്റി. അപ്പൊ അങ്ങനെ ആ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോ എന്ത് പറ്റും? അതിനുള്ളിലുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റി കൂടും. അതായത് ഉള്ളിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒക്കെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാം, അതുപോലെ വളരെ കൂടി കഴിഞ്ഞാൽ ചത്തുപോകും. ഓക്കെ. അപ്പൊ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ടർബിഡിറ്റി, ഇറ്റ് ഈസ് നോർമലി ടർബിഡ്, resembling dirty dishwater or wastewater from baths having other floating matter, fecal matter, etc. അപ്പൊ ടർബിഡിറ്റി എന്താണ്? നമ്മുടെ വേസ്റ്റ് വാട്ടർ എപ്പോഴും ടർബിഡ് ആയിരിക്കും. പൊതുവെ ടർബിഡ് ആയിട്ടുള്ള വേസ്റ്റ് വാട്ടർ തന്നെയാണ് നമ്മൾ കാണാറ്, അല്ലെ? വേസ്റ്റ് വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ പല സോളിഡ് പാർട്ടിക്കിൾസും നമ്മൾ കാണാറുണ്ട്. ഓക്കെ. എപ്പോഴും ടർബിഡ് ആണ്.
അപ്പൊ അതാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. കണ്ടോ, ഇപ്പൊ ഞാൻ ഇതാ ഈ രണ്ട് ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാം. ഇതിലിപ്പോ ഈ കാണുന്നത് നമ്മുടെ വേസ്റ്റ് വാട്ടർ സപ്ലൈ പൈപ്പാണ്, ഈ കാണുന്നത് സ്റ്റോം വാട്ടർ സപ്ലൈ പൈപ്പാണ്. സ്റ്റോം വാട്ടർ അതായത് മഴവെള്ളം. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു സീവേജ് എന്ന് പറയുന്നത് സ്റ്റെയിലാണ് അല്ലെ, അതായത് വളരെ അഴുകിയ, വളരെ ബ്ലാക്ക്, ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് കളറായി മാറിയിട്ടുണ്ട്. അപ്പൊ ഇത് ഹൈലി ടർബിഡ് ആണ് അല്ലെ, ഹൈലി ടർബിഡ് വാട്ടർ ആണ് ഈ കാണുന്നത്. ഇതില് ഒരുപാട് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് അടങ്ങിയിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സില് ആദ്യം നമ്മൾ സോളിഡ്സ് ആണ് നോക്കുന്നത്. സോ ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് സോളിഡ്സ്. അപ്പൊ ഓർഗാനിക് സോളിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെ. ഓർഗാനിക് സോളിഡ് എന്ന് വെച്ചാൽ the solids which contain carbon, hydrogen, oxygen. അപ്പൊ ഇതെല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഓർഗാനിക് സോളിഡ്. പിന്നെ അതുപോലെ ഇനോർഗാനിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നൈട്രജൻ, സൾഫർ, ഫോസ്ഫറസ് അങ്ങനത്തെ എലമെന്റ്സിനെയൊക്കെയാണ് ഇനോർഗാനിക് സോളിഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും എന്തിൽ അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെ. പിന്നെ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ദ ഫോം ഓഫ് ഈ ഓർഗാനിക്കും ഇനോർഗാനിക് സോളിഡ്സും. എങ്ങനെയാണ് ആ വേസ്റ്റ് വാട്ടറിൽ കാണപ്പെടുന്നത്? ഒന്നെങ്കിൽ സെറ്റിലബിൾ സസ്പെൻഡഡ് സോളിഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആയിട്ട്, അതും അല്ലെങ്കിൽ ഡിസോൾവ്ഡ് സോളിഡ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ. അപ്പൊ സെറ്റിലബിൾ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയുമ്പോൾ സെറ്റിൽ ആവുന്ന സോളിഡ്സ്, അത് ഗ്രാവിറ്റി വഴി, കാരണം ആ പാർട്ടിക്കിൾസിന്റെ സൈസ് വലുതായതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി താഴോട്ടേക്ക് അടിഞ്ഞുകൂടും. അതാണ് സെറ്റിലബിൾ സോളിഡ്സ്. അപ്പൊ സെറ്റിലബിൾ സോളിഡ്സിനെ എങ്ങനെ റിമൂവ് ചെയ്യാം? ബൈ സെഡിമെന്റേഷൻ അല്ലെ. അതായത് കുറച്ചു നേരം നമ്മൾ ആ ഒരു വെള്ളം, വേസ്റ്റ് വാട്ടർ അനക്കാതെ വെക്കുമ്പോ അതിലുള്ള വലിയ വലിയ പാർട്ടിക്കിൾസ്, കനം കൂടിയ പാർട്ടിക്കിൾസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി താഴോട്ടേക്ക് അടിഞ്ഞുകൂടും അല്ലെ. പക്ഷേങ്കില് ഡിസോൾവ്ഡ് സോളിഡ്സും കൊളോയിഡൽ സോളിഡ്സും ഇതിന് രണ്ടിനും സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്തിരിക്കണം. ഓക്കെ, അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊളോയിഡൽ സോളിഡ്സിനെ നമ്മൾ കൊയാഗുലേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട് അല്ലെ. നമ്മള് ഒരു കൊയാഗുലന്റ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനെ വലിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും അല്ലെ. വലിയ പാർട്ടിക്കിൾസ് ആക്കി മാറ്റി അതിനെ സെറ്റിൽ ചെയ്യിപ്പിക്കും. അതാണ് നമ്മുടെ, അങ്ങനെയാണ് കൊളോയിഡൽ സോളിഡ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അത് നമ്മള് സെക്കൻഡ് മോഡ്യൂളിൽ കണ്ടതാണ് അല്ലെ. എങ്ങനെയാണ് കൊയാഗുലേഷൻ എന്നൊക്കെ കണ്ടതാണ്. It is estimated that 1000 kilogram of sewage contains approximately 0.45 kilogram of solids, of which 0.225 kg is dissolved form, 0.122 kg in suspension and 0.111 kg in settleable form. അപ്പൊ നമുക്ക് ഒരു ഏകദേശം ഒരു കണക്ക് പറയാണ്. അപ്പൊ നമ്മൾ ഒരു 1000 കിലോഗ്രാം സീവേജ് എടുത്താൽ അതിൽ വെറും 0.45 കിലോഗ്രാം മാത്രമാണ് എന്ത് സോളിഡ്സ് ആയിട്ടുള്ളത്. ബാക്കി മുഴുവൻ എന്താണ്? വെള്ളം അല്ലെ, വാട്ടർ ആണ്. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സീവേജ് കണ്ടെയ്ൻസ് 99.9% of water and 0.1% of solids അല്ലെ. അപ്പൊ അതാണ് പറഞ്ഞത്, 1000 കിലോഗ്രാം സീവേജ് എടുത്താൽ അതിൽ വെറും 0.45 കിലോഗ്രാം മാത്രമേ എന്തുള്ളൂ? സോളിഡ് പാർട്ടിക്കിൾസ് ഉള്ളൂ.
അതിൽ തന്നെ ആ ഒരു 0.45 കിലോഗ്രാമില് ഒരു 0.225 കിലോഗ്രാം ഡിസോൾവ് ആയിരിക്കും, 0.122 കിലോഗ്രാം സസ്പെൻഷൻ ഫോമിലായിരിക്കും. അതായത് പാർട്ടിക്കിൾസ് ഇൻ സസ്പെൻഷൻ, അതായത് ഇങ്ങനെ എന്താ പറയാ സെറ്റിലാവാതെ വെള്ളത്തിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുക, അതാണ് ഇൻ സസ്പെൻഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഒരു 0.112 കിലോഗ്രാം സെറ്റിലബിൾ ആയിരിക്കും, അതായത് താഴേക്ക് വന്ന് അടിഞ്ഞുകൂടും. അതുപോലെ തന്നെ 100 parts of solids contain approximately 45 parts of organic solid and 55 parts of inorganic solid. അപ്പൊ നമ്മൾ അതിലെ സോളിഡ്സിനെ എടുത്താൽ, അതായത് നമ്മൾ സോളിഡ്സിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, സോളിഡ് പാർട്ടിക്കിൾസിനെ മാത്രം ഒരു പെർസെൻറ്റേജിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലൊരു 45% ഓർഗാനിക് സോളിഡ്സ് ആയിരിക്കും, അതുപോലെ 55% ഇനോർഗാനിക് സോളിഡ്സ് ആയിരിക്കും. ഇതൊക്കെ ഏകദേശ കണക്കാണ്, കാരണം നമ്മൾ ഈ കുറേ സീവേജസ് ആനലൈസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു കണക്കാണ് കേട്ടോ. കൂടുതലും ഇനോർഗാനിക് സോളിഡ്സ് ആണ് ഉണ്ടാവുക. However, for a given sample, the parameters are to be determined by analysis only. അതായത് നമുക്കൊരു ഗിവൺ സാമ്പിളിന്, ഇപ്പൊ നമുക്ക് തന്ന സാമ്പിളിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. എന്നാൽ ഏകദേശം നമുക്ക് പറയാം ഒരു കൂടുതലും ഇനോർഗാനിക് ആയിരിക്കും. സീവേജിൽ പൊതുവെ കൂടുതൽ ഇനോർഗാനിക് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സീവേജ് എടുത്താൽ അതിൽ 0.1%, അതായത് ഇപ്പൊ ഒരു 1000 kg എടുത്താൽ അതിൽ 0.45 kg അത്രയൊക്കെ സോളിഡ്സ് ഉള്ളൂ. ഓക്കെ, അതൊക്കെ നമുക്ക് റഫ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കണക്കുകളാണ്. പക്ഷെങ്കിൽ നമുക്കൊരു സീവേജ് നമ്മൾ അനലൈസ് ചെയ്യാൻ എടുത്താൽ അത് ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും കൃത്യമായി ഓരോന്നും എത്രത്തോളം അളവിലുണ്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് സോളിഡ്സ്. ഇനി അത് കെമിക്കൽ സബ്സ്റ്റൻസസ് നോക്കാം. ഏതൊക്കെയാണ് വേറെ കെമിക്കൽ സബ്സ്റ്റൻസസ് ഉള്ളത്? പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ഓയില്, ഗ്രീസ്, ഫീനോള്, ഇങ്ങനെ പല കെമിക്കൽ സബ്സ്റ്റൻസസും നമ്മുടെ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ട്, വേസ്റ്റ് വാട്ടറിൽ അടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയുന്ന കുറച്ച് കോമ്പൗണ്ട്സ്, ക്ലോറൈഡ്സ്, കോമ്പൗണ്ട്സ് ഓഫ് നൈട്രജൻ, നൈട്രജന്റെ കോമ്പൗണ്ട്സ് അല്ലേ. പിന്നെ അതുപോലെ ഫോസ്ഫറസിന്റെ, സൾഫർ, ആൽക്കലൈൻ സബ്സ്റ്റൻസസ് ഉണ്ടാവാം അല്ലെ. ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവും, മെർക്കുറി ഒക്കെ പോലെ ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഹെവി മെറ്റൽസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ പല കെമിക്കൽ സബ്സ്റ്റൻസസും നമ്മുടെ സീവേജിൽ അടങ്ങിയിട്ടുണ്ടാവും. ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ അത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താൽ തന്നെ പറ്റും. പിന്നെ അതുപോലെ ഗ്യാസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇറ്റ് കണ്ടെയ്ൻസ് ഡിസോൾവ്ഡ് ഓക്സിജൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ എക്സെട്ര. അപ്പൊ ഏതൊക്കെ ഗ്യാസസ് ആണ് ഉണ്ടാവുക? വേസ്റ്റ് വാട്ടറിൽ എപ്പോഴും കാണുന്ന ഗ്യാസസ് ആണ് ഇതൊക്കെ. നമ്മുടെ ഇപ്പൊ ഒരു വേസ്റ്റ്, ഇപ്പൊ നമ്മൾ ഈ വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിലൊരു ചീത്ത സ്മെല്ല് വരുന്നത് എന്ത് കാരണമാണ്? ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറയുന്ന ഗ്യാസ് കാരണമാണ്. പിന്നെ അതുപോലെ മീഥെയ്ൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗ്യാസ് ആണ് മീഥെയ്ൻ. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഓക്സിജൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പല ഗ്യാസസ് നമ്മുടെ വേസ്റ്റ് വാട്ടറിൽ അടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? അതില് ലിവിങ് ഓർഗാനിസംസ് അല്ലെ, വേസ്റ്റ് വാട്ടറിൽ കാണുന്ന ചെറിയ ചെറിയ മൈക്രോ ഓർഗാനിസംസ്. So it contains a wide range of microorganisms. ഒരുപാട് നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത ഓർഗാനിസംസ് ഒരുപാടുണ്ട്. It includes എന്തൊക്കെയാവാം?
വൈറസ് ഉണ്ടാവാം, ബാക്ടീരിയാസ്, ആൽഗെ, ഫംഗൈ, പ്രോട്ടോസോവ, റോട്ടിഫേഴ്സ് എക്സെട്ര. ഇതെല്ലാം നിങ്ങൾ പണ്ട് ബയോളജിയിലൊക്കെ കേട്ട കാര്യങ്ങളാണ് അല്ലെ. ആൽഗെ, ഫംഗസ്, പ്രോട്ടോസോവ, റോട്ടിഫേഴ്സ് ഇതെല്ലാം കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ഇതെല്ലാം നമ്മുടെ വെള്ളത്തിൽ അടങ്ങിയിട്ടുണ്ടാവും. Organisms may be aerobic, anaerobic or facultative in nature. അപ്പൊ നമ്മുടെ അതിൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിസംസ് 3 തരത്തിൽ ആവാം സാധ്യതയുണ്ട്. ഒന്നെങ്കിൽ എയറോബിക് ഓർഗാനിസംസ് ആയിരിക്കും, അല്ലെങ്കിൽ അനൈറോബിക് ഓർഗാനിസംസ്, അതും അല്ലെങ്കിൽ ഫാക്കൾട്ടേറ്റീവ് ഓർഗാനിസംസ് ആയിരിക്കും. എന്താണ് എയറോബിക്, അനൈറോബിക്, ഫാക്കൾട്ടേറ്റീവ്? നമുക്ക് നോക്കാം. എയറോബിക് ബാക്ടീരിയ എന്ന് ഉദ്ദേശിക്കുന്നത് they live and grow in the presence of oxygen dissolved in water medium. അപ്പൊ ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയാസിന് വളരാൻ സാധിക്കും. ഓക്സിജൻ ഇല്ലെങ്കിൽ ചത്തുപോകുന്ന ബാക്ടീരിയാസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എല്ലാ ഓർഗാനിസംസിനും ഓക്സിജൻ വേണ്ടല്ലേ? അങ്ങനെ വേണ്ട. ഓക്സിജൻ വേണ്ടാത്ത കുറെ ഓർഗാനിസംസ് ഉണ്ട്. അത് വേറെ എന്താണ് ഗ്യാസസ് ആയിരിക്കും ശ്വസിക്കുന്നത്. അപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രം ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് അതാണ് എയറോബിക് ബാക്ടീരിയ. They live and grow in the presence of oxygen. അപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് പറ്റൂ? ആ ഓർഗാനിസംസിന് ജീവിക്കാൻ സാധിക്കും. പിന്നെ അടുത്തതാണ് അനൈറോബിക് ബാക്ടീരിയ. അനൈറോബിക് ബാക്ടീരിയ എന്ന് പറയുമ്പോൾ they survive and grow in the absence of oxygen. അതായത് ഓക്സിജൻ ഇല്ലാതെ വളരുന്ന ബാക്ടീരിയാസ്, അതിനെയാണ് അനൈറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. അപ്പൊ ആ ബാക്ടീരിയാസിന് എന്ത് വേണ്ട? ഓക്സിജൻ വേണ്ട അല്ലെ? ഓക്സിജൻ ഇല്ലാതെയാണ് അവര് ജീവിക്കുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുക? അനൈറോബിക് ബാക്ടീരിയ എന്ന് വിളിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാറ്റഗറിയാണ് ഫാക്കൾട്ടേറ്റീവ് ബാക്ടീരിയ. ഫാക്കൾട്ടേറ്റീവ് ബാക്ടീരിയ എന്ന് ഉദ്ദേശിക്കുന്നത് they survive and grow both in the presence and absence of oxygen. അപ്പൊ ഓക്സിജൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജീവിക്കാൻ പറ്റുന്ന ഓർഗാനിസംസിനെയാണ് ഫാക്കൾട്ടേറ്റീവ് ഓർഗാനിസംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ അല്ലെ? 3 ടൈപ്പ് ഓർഗാനിസംസ് ആണ്: എയറോബിക്, അനൈറോബിക്, ഫാക്കൾട്ടേറ്റീവ്. എയറോബിക് എന്ന് വെച്ചാൽ they grow in the presence of oxygen. Anaerobic organism എന്ന് വെച്ചാൽ they grow in the absence of oxygen. Facultative എന്ന് വെച്ചാൽ they grow in the presence as well as in the absence of oxygen. Okay, എങ്ങനെയും ജീവിക്കാൻ പറ്റുന്നതാണ് ഫാക്കൾട്ടേറ്റീവ്. അപ്പൊ അതാണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഓർഗാനിസംസും എന്തിൽ അടങ്ങിയിട്ടുണ്ട്? നമ്മുടെ സീവേജിൽ അടങ്ങിയിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അതാണ് ബയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് അനാലിസിസ് ഓഫ് സീവേജ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു സീവേജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ അങ്ങനെ അതിൽ കാണുന്നുണ്ട്, എങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് സീവേജിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട പാരാമീറ്റേഴ്സ് എന്നുള്ളതൊക്കെ കണ്ടു. ഇനി അടുത്തത് നമുക്ക് അനാലിസിസ് ഓഫ് സീവേജ് ആണ്. അതായത് ആ സീവേജ് അനലൈസ് ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, ഓരോന്നും കണ്ടുപിടിക്കാൻ ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാ നമുക്ക് നോക്കാം. അപ്പൊ അനാലിസിസ് ഓഫ് സീവേജ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പെർഫോമിംഗ് സർട്ടൻ ടെസ്റ്റുകൾ ചെയ്യുക. അതിനെയാണ് അനാലിസിസ് ചെയ്യാന്ന് പറയുന്നത്. ഓൺ സീവേജ് സാമ്പിൾസ് ടു ഡിറ്റർമിൻ ദ നേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പാരാമീറ്റേഴ്സ്. അപ്പോൾ
ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്, നമ്മളിപ്പോ പഠിച്ച ക്യാരക്ടേഴ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തിനാണ് അനാലിസിസ് ചെയ്യുന്നത്? It is required for planning, design, operation and maintenance of treatment work. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്യണമെങ്കിൽ, അത് ഡിസൈൻ ചെയ്യാൻ, അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അതായത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഡിസൈൻ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും അതുപോലെ പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ നമുക്ക് അറിയണം അല്ലെ? നമ്മൾക്ക് വരുന്ന വേസ്റ്റിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് അറിയണം. എന്നാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റ് അതിനനുസരിച്ച് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാവും അല്ലെ? അപ്പൊ നമ്മൾ ഇതിന് വേണ്ടി ചെയ്യുന്ന കുറെ ടെസ്റ്റ് നടത്തും. അതിലെ കുറച്ച് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടോട്ടൽ സോളിഡ്സ്, ഓക്സിജൻ ഡിമാൻഡ്, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, pH വാല്യൂ, ക്ലോറൈഡ്സ്. ഇതെല്ലാം എങ്ങനെ കണ്ടുപിടിക്കുന്നു നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ടോട്ടൽ സോളിഡ്സ് ആണ് അല്ലെ? ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് സ്ട്രെങ്ത് ഓഫ് വേസ്റ്റ്. അപ്പൊ ഈ ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് വാട്ടറിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഈ ചിത്രത്തിൽ നോക്കൂ. നമ്മുടെ ഇതിപ്പോ ഒരു ഗ്ലാസ്സില് കുറച്ച് സീവേജ് എടുത്തതാണ് അല്ലെ? വേസ്റ്റ് വാട്ടർ എടുത്തതാണ്. ഒരുപാട് സോളിഡ്സ് ഉണ്ടായിരിക്കും ആ വേസ്റ്റ് വാട്ടറിൽ. അതായത് നമ്മൾ പറഞ്ഞ ആ 3 ടൈപ്പ് സോളിഡ്സും ഏതൊക്കെയാണ്? സസ്പെൻഡഡ് സോളിഡ്സ്, കൊളോയിഡൽ സോളിഡ്സ്, ഡിസോൾവ്ഡ് സോളിഡ്സ്. അങ്ങനെ 3 ടൈപ്പ് സോളിഡ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ സോളിഡ്സ്, അപ്പൊ സോളിഡ്സ് ടോട്ടൽ സോളിഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ 3ന്റെയും സമ്മാണ്. അതായത് ഡിസോൾവ്ഡും അതുപോലെ സസ്പെൻഡഡും കൊളോയിഡലും, ഈ 3ഉം കൂടെ കൂടി ചേർന്നതാണ് ടോട്ടൽ സോളിഡ്സ്. അപ്പൊ ഈ ടോട്ടൽ സോളിഡ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്, സീവേജിന്റെ സ്ട്രെങ്ത് എത്രയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഇറ്റ് മേ ബി, അപ്പൊ സോളിഡ്സ് എന്ന് പറയുന്നത് ഓർഗാനിക് ആവാം, ഇനോർഗാനിക് ആവാം, അതുപോലെ സെറ്റിലബിൾ ആവാം, കൊളോയിഡൽ ആവാം, ഡിസോൾവ്ഡ് ആവാം അല്ലെ? The velocity of flow and size of sedimentation tank depends on the nature and amount of settleable solids. അപ്പൊ നമ്മുടെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റില് നമ്മൾ ആദ്യം ഒരു സെഡിമെന്റേഷൻ ടാങ്ക് ഉണ്ടാക്കും. നമ്മുടെ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗിൽ നമ്മൾ കണ്ടിരുന്നല്ലേ ഒരു സെഡിമെന്റേഷൻ ടാങ്ക്. അതായത് ആദ്യം വരുന്ന വെള്ളം ആ ഒരു ടാങ്കിലൂടെ പാസ് ചെയ്യും. കുറച്ചു നേരം ആ ഒരു ടാങ്കില്, അതായത് ഇപ്പൊ ഒരു 2 മണിക്കൂർ ആ ടാങ്കില് വെള്ളം അനക്കാതെ വെക്കും. അത് സീവേജ് ആണെങ്കിൽ സീവേജ് അനക്കാതെ വെക്കും. അപ്പൊ എന്ത് പറ്റും? ആ വെള്ളത്തിലുള്ള വലിയ പാർട്ടിക്കിൾസ് എല്ലാം താഴേക്ക് അടിഞ്ഞുകൂടും അല്ലെ? അപ്പൊ ആ അനക്കാതെ വെക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ വെള്ളത്തിന്റെ വെലോസിറ്റി കുറയ്ക്കുക അല്ലെ? അപ്പോ അതാണ് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫ്ലോയും അതുപോലെ സെഡിമെന്റേഷൻ ടാങ്കിന്റെ സൈസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പൊ ആ സൈസും ഒക്കെ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ആ വേസ്റ്റ് വാട്ടറിൽ അടങ്ങിയിട്ടുള്ള സോളിഡ്സിന്. ഓക്കെ, കൂടുതൽ സെറ്റിലബിൾ സോളിഡ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടാങ്കിന്റെ വലിപ്പം കൂട്ടണം അല്ലെ? എന്നാലേ ആ സോളിഡ്സ് എല്ലാം അടിഞ്ഞുകൂടാനുള്ള സ്ഥലം ആ ടാങ്കിൽ കാണും അല്ലെ? അപ്പൊ ആ സെറ്റിലബിൾ സോളിഡ്സ് എത്രത്തോളം ഉണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഒരു ടാങ്കിന്റെ സൈസും അതുപോലെ തന്നെ എത്ര വെലോസിറ്റിയിൽ നമ്മൾ അതിനെ കൊടുക്കണം, ആ വെള്ളത്തിനെ നമ്മൾ എത്ര വെലോസിറ്റിയിൽ ടാങ്കിലൂടെ പാസ് ചെയ്യിക്കണം എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും.
The quantity of readily settleable solids are determined by means of Imhoff count. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന സോളിഡ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമാണ് ഇംഹോഫ് കോൺ. അതൊന്നുമില്ല, ഒരു കോണാണ്, ഒരു കോണിക്കൽ ഷേപ്പില് ഒരു ഗ്ലാസ് ആണ്, കോണിക്കൽ ഷേപ്പിലാണ്. അപ്പൊ നമ്മൾ അതില് നമ്മുടെ സീവേജ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടിഞ്ഞുകൂടുന്ന സോളിഡ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്ന സോളിഡ്സ് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന കോണാണ് ഇംഹോഫ് കോൺ. The amount of dissolved solids influence the design of biological treatment units like trickling filter, activated sludge process, etc. അതുപോലെ തന്നെ എന്താ പറയുന്നത്, the amount of dissolved solids influence the design of biological treatment units like trickling filter, activated sludge process, etc. അതായത് അതിൽ അടങ്ങിയിട്ടുള്ള ഡിസോൾവ്ഡ് സോളിഡ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ അടുത്ത യൂണിറ്റുകളായ ഇപ്പൊ സെഡിമെന്റേഷൻ ടാങ്ക് പോലെ വേറെ അടുത്ത യൂണിറ്റ് ആണ് ട്രിക്ലിംഗ് ഫിൽറ്റർ, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്നൊക്കെ പറയുന്നത്. അതൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അതൊക്കെ ഓരോ പ്രോസസ്സുകളാണ് അതിൽ നടക്കുന്നത്. ഓക്കെ, പറയാനാണെങ്കിൽ അതിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതായത് വെള്ളം അതിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു ബെഡാണ്, കുറെ കല്ലുകളൊക്കെ വെച്ചിട്ട് ഉള്ളൊരു ബെഡ്, നമ്മളൊരു ലെയർ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് അതിന്റെ മുകളിലൂടെ വെള്ളം പാസ് ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള ഡിസോൾവ് ആയിട്ടുള്ള സോളിഡ്സ് അതുപോലെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ആ കല്ലിൽ പറ്റി പിടിക്കും. എന്നിട്ട് ക്ലീൻ ആയിട്ടുള്ള വെള്ളം അടിയിലൂടെ പാസ് ചെയ്യും. അതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്ന പ്രോസസ്സ്, ഒരു ഫിൽറ്റർ പോലെ. ഓക്കെ, പിന്നെ അതുപോലെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് എന്ന് പറയുന്നത് ബാക്ടീരിയാസിനെ നമ്മൾ വെള്ളത്തിലേക്ക് കൊടുക്കും, വേസ്റ്റ് വാട്ടറിലേക്ക് കൊടുക്കും. അപ്പൊ ബാക്ടീരിയാസ് എന്ത് ചെയ്യും, ആ വേസ്റ്റ് വാട്ടറിലുള്ള പല സാധനങ്ങളും ആയിരിക്കും ഈ ബാക്ടീരിയാസിന്റെ ഫുഡ്, ഭക്ഷണം. അപ്പൊ ഈ ബാക്ടീരിയാസ് പോയിട്ട് ആ വേസ്റ്റ് ഒക്കെ കഴിക്കും. അങ്ങനെ നമുക്ക് ആ ഒരു വേസ്റ്റ് വാട്ടറിലുള്ള വേസ്റ്റ് നമുക്ക് കളയാൻ സാധിക്കും. കാരണം ഈ ബാക്ടീരിയാസും അത് മുഴുവൻ കഴിക്കും. ഓക്കെ, അതാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്. അപ്പൊ ഇങ്ങനത്തെ പ്രോസസ് ഒക്കെ ഡിസൈൻ ചെയ്യാൻ എത്ര അളവിൽ ഡിസോൾവ്ഡ് സോളിഡ്സ് അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അനുസരിച്ചിരിക്കും. The quantity of biodegradable organic matter influences the design of sludge digestion units. ഇനി അവസാനമുള്ള ഒരു പ്രോസസ് ആണ് സ്ലഡ്ജ് ഡൈജഷൻ യൂണിറ്റ്. അതായത് നമ്മുടെ വേസ്റ്റ് വാട്ടറിലെ സീവേജിലെ വേസ്റ്റ് ഒക്കെ നമ്മളങ്ങ് മാറ്റും. വെള്ളം മാത്രം എഫ്ലുവന്റ്, ആ വെള്ളത്തിന് എഫ്ലുവന്റ് എന്ന് പറയും. അപ്പൊ ആ എഫ്ലുവന്റ് നമ്മൾ പ്യൂരിഫൈ ചെയ്തിട്ട് ഒഴുക്കി വിടും. എങ്ങോട്ട്? നിയർ ബൈ വാട്ടർ സോഴ്സിലേക്ക് ഒഴുക്കി വിടും. അപ്പൊ ആ നമ്മൾ ബാക്കി വെക്കുന്ന സോളിഡ് പാർട്ടിക്കിൾസ്, ആ സോളിഡ് ആയിട്ടുള്ള ഒരു കൊഴുത്ത സ്ലഡ്ജ് രൂപത്തിലുള്ള ഒരു സാധനം കിട്ടും. ഓക്കെ, വേസ്റ്റ്, നല്ല കൊഴുത്ത് കിടക്കുന്ന ഒരു വേസ്റ്റ്. അപ്പൊ അതിനെയാണ് സ്ലഡ്ജ് എന്ന് പറയും. അപ്പൊ ആ ഒരു സ്ലഡ്ജിനെ നമ്മൾ എന്ത് ചെയ്യും, ഡൈജസ്റ്റ് ചെയ്ത് നമ്മൾ വീണ്ടും അതിനെ ഡീകമ്പോസ് ചെയ്ത് ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ആക്കി മാറ്റും. ഉണക്കിയിട്ട് ഫെർട്ടിലൈസർ ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു സ്ലഡ്ജ് ഡൈജഷൻ യൂണിറ്റിന് അതിന്റെ വലുപ്പവും എല്ലാം ഡിസൈൻ ചെയ്യാനുള്ള അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഈ വേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ബയോഡീഗ്രേഡബിൾ ഓർഗാനിക് മാറ്റർ ആണ്, അല്ലേ? കാരണം ഓർഗാനിക് മാറ്റർ ആണ് വീണ്ടും ഡീകമ്പോസ് ചെയ്ത് നമുക്ക് പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന വളമാക്കി മാറ്റാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോ അതിലുള്ള ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യും
ഈ പറയുന്ന സ്ലഡ്ജ് ഡൈല്യൂഷൻ യൂണിറ്റിന്റെ ഡിസൈൻ. അതായത് അതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഹൈറ്റും ഒക്കെ ഡിസൈൻ ചെയ്യുന്ന പാരാമീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ അതാണ് ടോട്ടൽ സോളിഡ്സ്. ഇനി ബാക്കിയുള്ള കെമിക്കൽ പാരാമീറ്റേഴ്സിനെ നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.